മലയാള സിനിമയിൽ ഹാസ്യത്തിന് തന്റേതായ ശൈലി നൽകിയ, തന്റെ പേരിനോടൊപ്പം നാടിനെയും പ്രശസ്തിയിലേക്ക് ഉയർത്തിയ അനുഗ്രഹീത കലാകാരൻ. അതായിരുന്നു മലയാളികളുടെ സ്വന്തം മാള അരവിന്ദൻ. എറണാകുളം ജില്ലയിൽ വളവുകോട് എന്ന സ്ഥലത്ത് എക്സൈസ് ഉദ്യോഗസ്ഥനായ താനാട്ട് അയ്യപ്പന്റെയും സംഗീതാധ്യാപികയായ പൊന്നമ്മയുടെയും മൂത്ത മകനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. ചെറുപ്പത്തിൽ തന്നെ അച്ഛനെ നഷ്ടപ്പെട്ട അദ്ദേഹം അമ്മയോടൊപ്പം മാളയിലെ വടമയിൽ താമസമാക്കിയതിനു ശേഷമാണ് മാള അരവിന്ദൻ എന്ന പേരിൽ പ്രശസ്തനാകുന്നത്. അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ, അച്ഛൻ സിനിമയിൽ കാണുന്ന ഇമേജുകൾ, ആളുടെ ഇമേജിന് ഓപ്പോസിറ്റുള്ള ഒരു ക്യാരക്ടറാണ് വീട്ടിൽ ആള്. ഇന്ന് ഗൗരവമുണ്ട്, ഒപ്പം തന്നെ എന്താ പറയുക, തമാശയൊക്കെ പറയും. കൂടുതൽ മറ്റുള്ളവരുടെ തമാശകൾ ആസ്വദിക്കാനാണ് ആൾക്ക് ഇഷ്ടം. പ്രത്യേകിച്ച് അച്ഛൻ്റെ അനുജനുണ്ട്, രാമനാഥൻ എന്ന് പറഞ്ഞിട്ട്, മരിച്ചുപോയ ആളാണ് അച്ഛൻ പറയാറ് ഏറ്റവും ഇഷ്ടമുള്ള കോമഡി ആളുടെയാണ്. അപ്പോൾ കോമഡി ആളുടെ ആസ്വദിക്കലും ഇവർ തമ്മിൽ സംസാരിക്കലാണ് കൂടുതൽ ഞാൻ കാണാറുള്ളത്. പിന്നെ ഞാനും വലുതായി കഴിഞ്ഞപ്പോൾ കുറേശ്ശെ തമാശകളൊക്കെ പറയുമ്പോൾ അച്ഛൻ ഇഷ്ടപ്പെടാറുണ്ട്, ഇരിക്കാറൊക്കെ ഉണ്ട്. എന്നാലും പ്രത്യേകിച്ച് ഗൗരവക്കാരനാണ്, പക്ഷേ വളരെ സെൻറ്റിമെൻ്റലാണ്, ഇമോഷണലുമാണ്. ഹരോ ഹര ഹര. നമ്മള് അധോലോക നായകനാണോ? അധോലോക നായകനോ? ആമാ എന്ന് ചിലരൊക്കെ പറയണ കേട്ടു. പറയണവര് പറഞ്ഞോട്ടെ. അല്ലാണ്ട് കുമാരനെ തകർക്കാൻ പറ്റിയ ഒരാള് വേറെ ആരാ ഉള്ളത്? അതിവിടെ ആമ്പിള്ളേരില്ലാഞ്ഞിട്ട്. നമ്മളാരാണാവോ? ഹര ഹരോ ഹര ഹര. നമ്മെ കണ്ടിട്ട് മനസ്സിലായില്ല അല്ലേ? ഞാൻ സ്വാമി വേലായി ദാമോദരന്റെ മാതുല്ലാഹു. ഓ, അത് ശരി. വേലായുധ സ്വാമികൾ, വേലിച്ചാമി എന്ന് വിളിക്കും. ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോയി, ഇപ്പൊ കാവ്യ കൊടുത്ത് തെണ്ടലാണ് ജോലി. അതെങ്ങനെ അറിഞ്ഞു? ഞാൻ വന്നിട്ട് 3-4 ദിവസം ആയില്ലേ? അത് ഞാൻ അറിഞ്ഞു. എവിടെയാ താമസം? ഞാനിപ്പോ സ്വാമി വേലായുധയെ പോലെയാണ്. ലോകമേ തറവാട്. എവിടെ വേണമെങ്കിലും തങ്ങാം, ഇവിടെ വേണമെങ്കിൽ ഇവിടെ. രാത്രി ആകാശവും നക്ഷത്രവും ഒക്കെ നോക്കി കിടക്കും. ഇനി അത് ശരിയല്ല. കുമാരനാണ് ആള്. നാഗമാണ് നാഗം. പകയുള്ളവനാ, സൂക്ഷിക്കണം. വരുന്നിടത്ത് വെച്ച് കാണാം. ഏതായാലും 5-8 ദിവസം ഇവിടെ തങ്ങിയേ പറ്റൂ. അത് കഴിഞ്ഞ അധോലോകത്തേക്ക് തിരിച്ചു പോകും. ഏത് ലോകത്തേക്ക് പോണെന്ന് തീരുമാനിച്ചിട്ടില്ല. അതെന്താ? അതങ്ങനാണ്. അതുവരെ തങ്ങാൻ ഒരിടം ശരിയാക്കാം. വാടക കൃത്യമായിട്ട് കൊടുത്താൽ മതി. കൊടുക്കാം. എവിടാണ്? നമ്മുടെ ആശ്രമം തന്നെ. ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. വാടക കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ എന്താണ് ഒരു ബുദ്ധിമുട്ട്? മത്സ്യം കടിച്ചോ? മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹശ്ച വാമന. സംഗീതാധ്യാപികയായ അമ്മ പാട്ട് പഠിപ്പിക്കുമ്പോൾ അടുത്തിരുന്ന് തകരപ്പെട്ടിയിൽ താളം പിടിച്ചിരുന്ന കുഞ്ഞരവിന്ദന് അമ്മ ഒരു തബല വാങ്ങിക്കൊടുത്തു. തബലയിലൂടെയായിരുന്നു അരവിന്ദൻ പിന്നെ ജീവിതത്തിന്റെ താളം കണ്ടെത്തിയത്. നാടകത്തിന് തബല വായിച്ചു തുടങ്ങിയ ആ കലാസപര്യ പിന്നീട് വെള്ളിത്തിരയുടെ മാസ്മരികതയിലേക്കാണ് എത്തിയത്. ആദ്യം ചേട്ടൻ നാടകത്തിനൊക്കെ തബല വായിക്കുന്ന അവസരത്തില് ഒരു നാടകത്തില് കാലെടുക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ചെറിയ കുട്ടിയായിരുന്നു ഞാനന്ന്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അവിടെ വെച്ചാണ് ആദ്യമായിട്ട് കണ്ടത്. പക്ഷെ അന്നൊന്നും എനിക്ക് ഇതേപ്പറ്റി ഒന്നും അറിയില്ല. ഞങ്ങളങ്ങനെ സ്റ്റേജിൽ കയറിയപ്പോൾ ചിരിപ്പിക്കാനൊക്കെ ഇവർ കാണിച്ചപ്പോൾ അവരതൊന്നും നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കണ്ടത്. രജിസ്റ്റർ മാരേജ് ആയിരുന്നു. എൻ്റെ വീട്ടുകാരായിട്ട് അവിടെ അങ്ങനെ, ഞാനൊരു ക്രിസ്ത്യൻ ഇതിൽപ്പെട്ടതാണല്ലോ. അപ്പോൾ അത് കാരണം അവരൊക്കെ അറിയാതെയാണ് ചെയ്തത്. രജിസ്റ്റർ മാരേജ് ചെയ്തു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അതിൻ്റെ പേരിൽ അങ്ങനെ ജീവിച്ചു. അതിൽ ആദ്യം നാടകമായിരുന്നു, പിന്നെ സിനിമയിലേക്കായി. അപ്പോഴേക്കും മക്കളൊക്കെ വലുതായി ഒരു വിധം. പിന്നെ അങ്ങനെ മിക്കവാറും മദ്രാസിലായിരുന്നു സിനിമ. ഡബിങ്ങും പിന്നെ ഷൂട്ടിങ്ങും മിക്കവാറും അവിടെയായിരുന്നു. ലൊക്കേഷനിലൊന്നും ഞാൻ പോകാറില്ല. ഞാൻ ഇതുവരെ ഒരു ലൊക്കേഷനിലും കണ്ടിട്ടില്ല. ഡബിങ്ങിന് പോകാറുണ്ട് ചേട്ടൻ വല്ലപ്പോഴും. മദ്രാസിന് പോകുമ്പോൾ പോയി കണ്ടിട്ടുണ്ട്. അല്ലാതെ സിനിമ ഷൂട്ടിങ്ങിനൊന്നും പോയിട്ടില്ല. വീട്ടിൽ വന്നാൽ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും.
പിന്നെ ഫുൾ ടൈം ഇവിടെ വീട്ടിലുണ്ടാവാറില്ല, മിക്കവാറും ഷൂട്ടിങ്ങിലായിരിക്കും. അന്നൊക്കെ നല്ല തിരക്കായിരുന്നു ആദ്യമൊക്കെ. പിന്നെ ഇടയ്ക്ക് വരും. പിന്നെ ഇവിടെ അടുത്തൊക്കെ തന്നെ ഷൊർണൂരൊക്കെ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ കാറിന് തന്നെ രാവിലെ പോകും, രാത്രി എത്തും. അപ്പോഴേ തന്റെ ചെലവിലല്ല ഞാൻ കള്ളു കുടിക്കണേ. പോണ പറയട്ടെ. അല്ല, കുറുപ്പേട്ടനെന്താ ഇവിടെ? ഞാനൊരു ചെറിയ ചായ കുടിക്കാൻ വേണ്ടി വന്നതാ. കുറുപ്പേട്ടന്റെ ഒരു തമാശ. തലയിൽ മുന്നിട്ട് കയറി ആളറിയില്ലെന്നാണ് എന്റെ വിചാരം. അല്ല, എടോ താൻ കേട്ടിട്ടുണ്ടോ? അമ്പിനോടറിക ശംഭിളി ജനമെഴും പ്രദേശമിരിലമ്പുമായി മുമ്പിലുണ്ടുടനകമ്പടിക്കു ബഹു അമ്പനായ മലരമ്പനും കുംഭകോനുടയ കൊമ്പനാനയുട കുംഭവും കനക കുംഭവും കുമ്പിടുന്ന കുജകുംഭമുള്ളവതിൽ മുമ്പു തേടി വിലസും പ്രിയേ പശ്ചാരിഡ്വജതോടാധിപതി കുത്രേടി ജാനിർഗണേ ഡ്രങ്ക് നരകാസ്തി ധൃതി കേട്ടാതരതിനാശ്ചത സത്യാദമ്പും പദംബുതാലികളരുൾ ദേവോ മൃദേവോ. കാട്ടൂർ ബാലന്റെ താളവട്ടം എന്ന നാടകത്തിന് തബല വായിക്കുന്നതിനിടയ്ക്കാണ് ഒരു ദിവസം നാടകത്തിൽ ഹാസ്യവേഷം ചെയ്തുകൊണ്ടിരുന്ന കലാകാരൻ എത്തിയില്ല എന്നറിയുന്നത്. അങ്കലാപ്പിലായ നാടകപ്രവർത്തകർ അരവിന്ദനോട് ആ വേഷം ചെയ്യാമോ എന്ന് ചോദിച്ചു. അരമണിക്കൂർ കൊണ്ട് കഥാപാത്രത്തെ മനസ്സിലാക്കിയ അദ്ദേഹം വേദിയിൽ മനോഹരമായി തന്നെ ആ വേഷം അഭിനയിച്ചു. കാണികളും സഹപ്രവർത്തകരും പ്രോത്സാഹിപ്പിച്ചപ്പോൾ അദ്ദേഹം പിന്നണിയിൽ നിന്ന് അരങ്ങിലേക്ക് ചുവടുമാറ്റി. സിനിമയിലെയും നാടകത്തിലെയും മഹാരഥന്മാരോടൊപ്പം കോട്ടയം നാഷണൽ തിയേറ്റേഴ്സ് ആയിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത തട്ടകം. തുടർന്ന് നിരവധി നാടകങ്ങൾ, നിരവധി കഥാപാത്രങ്ങൾ, എല്ലാത്തിലും തന്റേതായൊരു ശൈലി കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. അച്ഛന് സിനിമാ സൗഹൃദത്തിൽ കൂടുതൽ സുഹൃത്തുക്കള് നാട്ടിലാണ്. നാട്ടിലെ കലാകാരന്മാര് സംഗീതമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ആൾ അഭിനയമാണെങ്കിലും ആളുടെ ഏറ്റവും അടുത്ത മേഖല, ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല എന്ന് പറയുന്നത് സംഗീതമാണ്, മ്യൂസിക്കാണ്. അതിന് ആളുടെ ചെറുപ്പകാലത്തിൽ ആളും മ്യൂസീഷ്യനായിരുന്നല്ലോ, തബല പ്രഗത്ഭനായിട്ടുള്ള തബലിസ്റ്റായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല അച്ഛൻ തബല വായിക്കുന്നത്. ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പാണ് തബലയിൽ ആൾ പ്രാവീണ്യം നേടിയിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലെ സുഹൃത്തുക്കൾ കൊടകര മാധവൻ, അന്നമന്നട പരമൻ, പ്രദീപ് അഷ്ടമിച്ചിറ, ഇപ്പോൾ വരുന്ന നാട്ടിലെ എല്ലാ കലാകാരന്മാരും പ്രഗത്ഭരായിട്ടും പാട്ടുകാരും ഇവരൊക്കെ കൂടി എന്താ പറയുക, സദസ്സുകളിൽ വീട്ടിലായാലും അവരുടെ വീടുകളിൽ പോവുക. വീട്ടിലങ്ങനെ ഇരിക്കുന്ന ഒരു ക്യാരക്ടർ ഇല്ല, അത് ആസ്വദിക്കുക. സംഗീതത്തിൻ്റെ വിദ്യാരം മാഷ്, നമ്മുടെ സംഗീതം അവരെയൊക്കെ വിളിച്ച് വീട്ടിൽ വരിക, അവരുടെ വീട്ടിൽ പോവുക, അവരുടെ സംഗീതം കേൾക്കുക, അതിനെ എന്താ പറയുക അംഗീകരിക്കുക, ആസ്വദിക്കുക. അതിലുപരി അതിൻ്റെ പഞ്ചുകൾ, അതിൻ്റെ മർമ്മങ്ങൾ മുഴുവൻ ആസ്വദിച്ചിട്ട് അതിനെ പറ്റി പറയുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അച്ഛന്. ഇതായിരിക്കും മുഖ്യ പരിപാടി. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരെ വിളിക്കുക, അല്ലെങ്കിൽ അവർ വരും, അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ പോവുക. ഇതൊക്കെയാണ് അധികം സമയം ആൾ കണ്ടെത്തിയിരുന്നത്. ഹലോ, ആരാ? എന്റെ ഭർത്താവ് ആനന്ദിന് കൊടുക്കടി. അദ്ദേഹം അവിടെ ഇല്ല. മര്യാദയ്ക്ക് കൊടുക്കടി. സത്യമായിട്ട് അവിടെ ഇല്ല. നുണ പറഞ്ഞാലുണ്ടല്ലോ, അവൻ അവിടെ ഇല്ലാതെയാണ് പോലീസ് ജീപ്പ് മുറ്റത്ത് നിർത്തിയിരിക്കുന്നത്. ആരല്ലേ? സബ് ഇൻസ്പെക്ടർ ആനന്ദൻ സ്പീക്കിംഗ്. നീ ഇനി അധികകാലം ആനന്ദിക്കേണ്ടി വരില്ല. നിന്റെ അന്ത്യം അടുത്തു കഴിഞ്ഞു. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ തല്ലിച്ചതച്ച് നീ കുറെ സൂചിച്ചില്ലടാ. നീ എന്ത് വിചാരിച്ചു ഞങ്ങൾ ഇനി അധികാരത്തിൽ വരില്ലെന്നോ? അല്ല സുഹൃത്തെ, ഞാൻ ഒന്നും പറയണ്ട കഴുത. നിങ്ങളാരാ? നിന്റെ കാലൻ. ആരാ? കാലൻ? എന്റെ കാലൻ. ഇന്നലെ വിളിച്ച് ഇതുപോലെ തെറി പറഞ്ഞ് വേറൊരു ശബ്ദ. അതെ, അത് വേറെ കാലനായിരിക്കും. എന്റെ സ്റ്റേഷൻ അതിർത്തിയുടെ പല കോണുകളിൽ നിന്നും പലരും വിളിച്ച് പുളിച്ച തെറി പറയുന്നുണ്ട്. എല്ലാം ആനന്ദേട്ടം വരുത്തി വെച്ചല്ലേ? എടി, സർക്കാർ മാറി വരുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? RDP-ക്കാര് പറഞ്ഞു, INSP-ക്കാരെ ഞാൻ തല്ലി. ഏതായാലും എന്റെ കാര്യം പോക്കാ. നമ്മളെ മക്കളെ അവര് കിഡ്നാപ്പ് ചെയ്യുമെന്നാ എന്റെ പേടി. കിഡ്നാപ്പിംഗ് ആണല്ലോ പുതിയ ഫാഷൻ.
ഒരു കാര്യം ചെയ്യ്, നാളെ മുതൽ പിള്ളേരെ സ്കൂളിൽ അയക്കണ്ട. ഞാൻ പോട്ടെ. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വൈകുന്നേരം കാണാം. എസ് എൽ പുരം സൂര്യസൗമ്യയുടെ നിധി എന്ന നാടകത്തിലെ കഥാപാത്രത്തിലൂടെ കേരള സർക്കാർ ആദ്യമായി നാടകത്തിന് അവാർഡ് ഏർപ്പെടുത്തിയപ്പോൾ മികച്ച നടനുള്ള അവാർഡും അദ്ദേഹത്തിന് തേടിയെത്തി. രസന എന്ന നാടകത്തിൽ ചെല്ലപ്പൻ എന്ന മന്ദബുദ്ധിയായി അഭിനയിക്കുന്നത് കണ്ട പി ചന്ദ്രകുമാറാണ് അദ്ദേഹത്തെ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. മാളരവീന്ദ്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം തൻ്റെതായ ശൈലി കൊണ്ട് മലയാള സിനിമയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു മഹാനടനാണ്. അതുപോലെ തന്നെ മാളക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാളയിലെ ഓരോ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അരവിന്ദേട്ടൻ നന്നായിട്ട് അറിയാം. അദ്ദേഹം 500-ൽ പരം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരു സിനിമാ നടനായിട്ടല്ല മാളക്കാരുടെ ഇടയിൽ ഇടപെടിയിരുന്നത്. സാധാരണ കടകളിൽ വന്ന് കയറി ഇറങ്ങിയാൽ കുശലം പറയുകയും വീട്ടുവിശേഷം ചോദിക്കുകയും ഇവിടുത്തെ ഏത് പരിപാടികളിലും സജീവമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം 500-ൽ പരം സിനിമയിൽ അഭിനയിക്കുകയും ഈ സിനിമകളിൽ പലതും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളായി, അദ്ദേഹത്തിൻ്റെ സ്മാരകങ്ങളായി മലയാളികളുടെ ഹൃദയങ്ങളിൽ ഇന്നും തങ്ങി നിൽക്കുന്നു. അദ്ദേഹം എന്നും ഈ ഷൂട്ടിങ്ങില്ലാ സമയങ്ങളിൽ ഇവിടുത്തെ സാധാരണ ജനങ്ങളിലൊപ്പം ഒരു സാധാരണക്കാരനായി ഇടപഴകുമ്പോൾ ഞങ്ങൾക്ക് അതിശയം തോന്നാറുണ്ട്. ഇത്രയും വലിയൊരു സിനിമാ നടൻ ഒരു സാധാരണ ലെവലിൽ സാധാരണ ആൾക്കാരുടെ കാര്യങ്ങളിൽ ഇടപെടുകയും അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഷെയർ ചെയ്യുമ്പോഴുള്ള ഞങ്ങൾക്കെല്ലാം വളരെ അതിശയോക്തിയോടെ ഞാൻ എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 3ാം ചരമവാർഷികമാണ് ഈ ജാനുവരി 28-ന് വരുന്നത്. അദ്ദേഹത്തിൻ്റെ നഷ്ടം അദ്ദേഹത്തെ ഈ കുടുംബത്തെ പോലെ തന്നെ ഈ മാളക്കാർക്ക് ഒരു തീരാ നഷ്ടമാണ്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ള സങ്കടം അദ്ദേഹത്തിന് ഉചിതമായ രീതിയിലുള്ള ഒരു സ്മാരകം മാളയിൽ നിർമ്മിക്കണമെന്ന് മാളക്കാരുടെ വലിയൊരു ആവശ്യമാണ്. മാളക്കാരുടെ മാത്രമല്ല മലയാളികളുടെ ഒരു ആവശ്യമായിരുന്നു. എന്നാൽ ഇതുവരെയും ഞങ്ങൾക്കത് സാധിച്ചിട്ടില്ല. ഓരോ അധികാരികൾ മാറി മാറി വരുമ്പോൾ അവരൊരു വാഗ്ദാനം നൽകുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടില്ല. ഈ വരുന്ന അടുത്ത സമയങ്ങളിലെങ്കിലും ഈ 3ാം ചരമവാർഷികത്തിൻ്റെ ഈ സമയത്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം മാളയിൽ നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞാൻ മാള അരവിന്ദൻ ഫൗണ്ടേഷൻ്റെ സെക്രട്ടറി കൂടിയാണ്. ഇത് കേൾക്കുന്ന അധികാരികളുടെ മുന്നിൽ ഞങ്ങൾക്ക് വെക്കാനുള്ളത് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അരവിന്ദേട്ടന് ഉചിതമായ രീതിയിലൊരു സ്മാരകം മാളയിൽ നിർമ്മിക്കണമെന്നുള്ളതാണ്. അതിനുവേണ്ട എല്ലാ പിന്തുണയും മലയാളികളുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് മാളക്കാരുടെ ഭാഗത്തു നിന്നും എന്നും ഉണ്ടാവുമെന്ന് കൂടി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. 1967 അഭിനയിച്ച തളിരുകളാണ് ആദ്യ സിനിമയെങ്കിലും ആദ്യം റിലീസ് ചെയ്തത് 1968 പുറത്തിറങ്ങിയ സിന്ദൂരം എന്ന ചിത്രമാണ്. പിന്നീട് അങ്ങോട്ട് മാളയില്ലാതെ മലയാള സിനിമയില്ലെന്ന രീതിയിലേക്ക് വളർന്ന ഒരു തിരക്കിന്റെ ലോകത്തിനും മലയാള ചലച്ചിത്ര ലോകം സാക്ഷ്യം വഹിച്ചു. ഓരോ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന ഇപ്പോൾ പറഞ്ഞ മാതിരി ഓരോ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന സിനിമകളിലെ ഡയലോഗുകളാണ് അച്ഛനോടും അതേമാതിരി ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടികളും ആ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന സിനിമകളിലെ ഡയലോഗുകൾ ഇതൊക്കെ പറഞ്ഞ് കളിയാക്കലുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം ഇതേമാതിരി തന്നെ കളിയാക്കലുമായിട്ട് തോന്നിയിരുന്നു. പിന്നീടാണ് അത് അംഗീകാരമായിട്ട് തോന്നിയിരുന്നത്. ഒരു ഉദാഹരണത്തിന് നമ്മുടെ അന്തരിച്ചുപോയ ശ്രീ കലാഭവമണി ഇതേമാതിരി തന്നെ ഞാൻ ഏകദേശം ഒരേ തരക്കാരാണ്. ചെറിയൊരു വ്യത്യാസമുള്ളൂ ഞാനും കലാഭവമണിയും തമ്മിൽ. അങ്ങനെ ചാലക്കുടിയിൽ ഇവിടുന്ന് കുറച്ചടുത്തുള്ളതാണ്. ഇവിടെ മീറ്റുകളുണ്ടാവും. മറ്റേ യുവജനോത്സവം അല്ലെങ്കിൽ സ്പോർട്സ് മീറ്റ് ഇതൊക്കെ ചാലക്കുടിയിലായിരിക്കും വരാറ്. അപ്പോൾ ഞാനൊരു ദിവസം അവിടെ ചെന്നപ്പോൾ ഞാനും കുറച്ച് കൂട്ടുകാരുണ്ട്. അപ്പോൾ അന്ന് കലാഭവമണി മിമിക്രി ഉണ്ടായിരുന്നു. എനിക്കറിയില്ല അത് കലാഭവമണിയാണോ, കലാഭവനിൽ കയറിയിട്ടില്ല. പിന്നീട് മനസ്സിലാക്കുക ചെയ്തൊരു ഈ കാര്യം. കലാഭവമണി അച്ഛൻ്റെ ഒരു ചിരിച്ചു അവിടെ വന്നിട്ട്. അപ്പോൾ അത് ഞങ്ങളുടെ കൂട്ടുകാർക്കും എനിക്കത് താല്പര്യപ്പെട്ടില്ല. എന്നിട്ടൊരു സംഘടനത്തിൻ്റെ വക്ക് വരെ എത്തി തിരിച്ചു പോരെ ചെയ്ത്. പിന്നീട് ഞാനത് കലാഭവമണിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഓർമ്മയുണ്ടെന്ന് പറയും. എന്നെ അന്നും അറിയില്ലോ കലാഭവമണി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ആലോചിക്കുമ്പോൾ വിഷമം. മണി പോവുകയും ചെയ്തല്ലോ. കണ്ടറിഞ്ഞു എന്ന ചിത്രത്തിനു വേണ്ടി മോഹൻലാലിനോടൊപ്പം പാടിക്കൊണ്ട് അദ്ദേഹം ഒരു പിന്നണി ഗായകനുമായി തീർന്നു. നീ അറിഞ്ഞു മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട് എന്ന ആ ഗാനം ഇന്നും മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതമാണ്. നീ അറിഞ്ഞോ മേലെ മനസ്സ് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നീ അറിഞ്ഞോ മേലെ മനസ്സ് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. സ്വർഗത്തിലെ മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ ഇനി
നീ അറിഞ്ഞോ മേലെ മനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. കഥനത്തിൻ കഥയെല്ലാം മറക്കാമടാ. നീ അറിഞ്ഞോ മേലെ മനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നീ അറിഞ്ഞോ മേലെ മനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. മനുഷ്യരല്ലേ നാം കുടിക്കുകിലും മനസ്സിന്റെ സമനിലം പാഴാമോടാ. നീ അറിഞ്ഞോ മേലെ വലത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. സ്വർഗത്തിലെ മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ ഇനി കുഴിക്കാമല്ലോ. സംഭാഷണ ശൈലിക്കൊപ്പം മുഖത്തെ ഭാവങ്ങൾ മാറ്റിയും ചാടിയും തുമ്മിയും ചീറ്റിയും തന്റേതു മാത്രമായ ചില പ്രയോഗങ്ങൾ കൊണ്ട് പ്രേക്ഷകരെ കയ്യിലെടുക്കുവാനും അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. നിരവധി കഥാപാത്രങ്ങളാണ് അദ്ദേഹം വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അവയെല്ലാം തന്നെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. താറാവ് എന്ന ചിത്രത്തിലെ തക്കുടുമുണ്ടൻ താറാവ് എന്ന ഗാനത്തിലെ അഭിനയമായിരുന്നു അദ്ദേഹത്തെ ഏറെ പ്രശസ്തനാക്കിയത്. തക്കിടമുണ്ടൻ താറാവേ തവിത്തുമുണ്ടൻ താറാവേ ഇഷ്ടം കൂടാൻ നിനക്ക് മുണ്ടൊരു കുത്തിത്താറാവ് കുത്തിത്താറാവ്. തക്കിടമുണ്ടൻ താറാവേ തവിത്തുമുണ്ടൻ താറാവേ ഇഷ്ടം കൂടാൻ നിനക്ക് മുണ്ടൊരു കുത്തിത്താറാവ് കുത്തിത്താറാവ്. അങ്ങനെ കൂടെ നടക്കും കുട്ടിത്താറാവ് അങ്ങനെ കൂടെ നടക്കും കുട്ടിത്താറാവ്. തക്കിടമുണ്ടൻ താറാവേ തവിത്തുമുണ്ടൻ താറാവേ ഇഷ്ടം കൂടാൻ നിനക്ക് മുണ്ടൊരു കുത്തിത്താറാവ് കുത്തിത്താറാവ്. കഥ എങ്ങേ കഥ നീന്തി വരും അങ്ങാതിഭൂതങ്ങൾ കാണാൻ കൂടെ വരും. അങ്ങേ കഥ ഇങ്ങേ കഥ നീന്തി വരും അങ്ങാതിഭൂതങ്ങൾ കാണാൻ കൂടെ വരും. ചിത്താത ചിങ്കാത ചിമിര് ചാന്ത് പിന്നെ ചിപ്പിവത ഉപ്പിവത വാങ്ങി വരും. പുതുമണമാ
തക്കിട മുന്തണ്ടാതാവേ തവിത്തു മുന്തണ്ടാതാവേ ഇഷ്ടം കൂടാൻ നിനക്ക് മുന്തത് കുത്തിത്താതാവ് കുത്തിത്താതാവ്. ഉടലോടെ ആടുന്നവൻ എന്നായിരുന്നു മലയാളത്തിന്റെ പ്രിയ സംവിധായകൻ ലോഹിതദാസ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. കലയോടുള്ള സ്നേഹം മൂലം ഓസ്കാർ മിമിക്സ് എന്ന പേരിൽ ഒരു മിമിക്സ് ട്രൂപ്പും അദ്ദേഹം നടത്തിയിരുന്നു. അച്ഛന് അവസാന സമയം ഒരു പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ തോന്നിയിരുന്നു ആൾക്ക്. ഒരു ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ട് കുറേ കാലങ്ങളായിരുന്നു. എന്നാലും കുറച്ച് അസ്വസ്ഥതകൾ കണ്ടപ്പോൾ ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ട് കോയമ്പത്തൂരാണ് ഹോസ്പിറ്റലാണ് അദ്ദേഹത്തിന് മെയിനായിട്ട് ചെക്കപ്പുകളും അവിടെയാണ് സർജറിയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനും അച്ഛനും അമ്മയും കൂടി പോയതാണ്, ചെക്കപ്പിന് വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് കാർഡിയാക് അറസ്റ്റ് വരെയും അവിടെ അങ്ങനെ ICUലാവുകയും ഒരു 3-4 ദിവസം അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് വന്നു. പിന്നീട് വീണ്ടും കാർഡിയാക് അറസ്റ്റ് വന്ന് നിന്നുപോയി, ഹൃദയം നിന്നുപോയി മരണപ്പെടുകയാണ് ചെയ്തത്. അഭിനയം പോലെ തന്നെ തബലയും അദ്ദേഹത്തിന് ജീവശ്വാസമായിരുന്നു. ശരീരം അനുവദിക്കുന്നതുവരെ അദ്ദേഹം തബല പ്രാക്ടീസ് ചെയ്തിരുന്നു. തല ചായ്ക്കാനൊരു താഴ്വാരം നീലാകാശം മണിമേട ഋതുമതിരാവിന് ചൊറിഞ്ഞൊടുക്കാൻ നല്ല വെണ്ണിലാ കോടിയും മിന്നും താലിയും. തലചായ്ക്കാനൊരു താഴ്വാരം നീലാകാശം മണിമേട. കുടഞ്ഞ് വിണ്ണിൽ പറന്ന് പാടാൻ പിറന്ന പൈങ്കിളി കരളിൽ നിറഞ്ഞു. സിനിമയിലെത്തും മുൻപ് തന്നെ അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നു. ഗീതയാണ് സഹധർമ്മിണി. കിഷോർ, കല എന്നിവരാണ് മക്കൾ. ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയാത്ത വെള്ളിത്തിരയിൽ നിരവധി കഥാപാത്രങ്ങളായി അഭിനയിച്ചു ജീവിച്ച ആ നാട്ടിൻപുറത്തുകാരനായ സിനിമാക്കാരൻ 2015 ജനുവരി 28 നമ്മെ വിട്ടുപിരിഞ്ഞു. എങ്കിലും അദ്ദേഹം ജീവൻ നൽകിയ നിരവധി കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ ഇടയിൽ ഇന്നും ജീവിക്കുന്നു. നമ്മുടെ സ്വന്തം മാളച്ചേട്ടനായി. മുഖം